ഞങ്ങൾ പോയി വരാട്ടോ. കൊറേ ദിവസത്തിലൊന്നുമല്ലോ, ഒരു ദിവസത്തിന് നാളെ വൈകുന്നേരം വരെ എത്തും. പക്ഷെ എനിക്ക് സേവനരാജിന്റെ ഒരു വർക്ക് കിട്ടിയപ്പോ ആ സാധനം കൂടി എടുത്താണ്. പിന്നെ ഹസ്ബൻഡ് ഇന്ത്യ നാളെ ഒരു ചെറിയൊരു സൽക്കാരം ഉണ്ട്, അപ്പൊ അതിനേക്കുള്ള ഡ്രസ്സ് എടുത്താട്ടോ. പോയിട്ട് മേം വരി നാളെ നാളെ കൊടുക്കുമ്പോ പോന്നാൾ ഇമ്മ മുന്നിൽ വരും. അത് പോവച്ചാ പിന്നെ എന്നെ പറ്റൂലല്ലോ, ടൂറാകുമ്പോ എന്നെ പറ്റും. അപ്പൊ നമ്മള് ഇറങ്ങാട്ടോ വീട്ടിൽ നിന്ന്. ഈ പോരുന്നുണ്ടോ മമ്മ? പോരുന്നുണ്ടോ ചോദിച്ചോക്ക്. പോരണ്ട, എന്ത് മമ്മനോട് തെറ്റാൻ കാരണം? മമ്മക്ക് ടാറ്റ എടുത്താളെ, ടാറ്റ മമ്മക്ക്, മമ്മക്ക് ടാറ്റ എടുത്താളെ. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ ഉമ്മ ഇല്ല കേട്ടോ. ഉമ്മ ഷോപ്പിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. ഡൽഹിയിൽ എവിടേക്കോ പോയതാണ്. ഒരാഴ്ച ഒരു 4 ദിവസമായി. ഇവിടെ എൻ്റെ പപ്പയും 2 അനിയന്മാരും മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു കടായി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നൈറ്റിൽ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. കാരണം ഇവിടെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പപ്പക്കും അനിയന്മാർക്കൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പ ഞാൻ വന്നതിന് ശേഷം ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാ നമ്മൾ ഇതാക്കും പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് വലിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തക്കാളി അങ്ങനത്തെ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുക്കായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഇതായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കടായിയോ ഇനി നിങ്ങൾ എന്തുണ്ടാക്കലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വലിയ അമ്മോന് ഇതാ ഓരോ മിഠായിയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നുണ്ടാക്കാം. അല്ല ഞമ്മക്കൊന്നും ഇല്ലേ? എത്ര മിഠായിയാ കാക്കു വാങ്ങി തന്നേ? ഒന്ന് മിക്കൊണ്ടോ, ഒന്നും മിക്കരുവോ? ഏതെങ്കിലും ഒന്ന്. കാക്കുവിന്റെ കുട്ടിയാണ് കേട്ടോ ഇവൻ കാക്കുവിന്റെ കുട്ടിയാ അല്ലേ ഷെബിക്ക? പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇത് വീട്ടിലുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കുക. ചിക്കൻ ക്യൂബ്സ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എവിടെ നോക്കി ചെയ്തല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു കടായിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ കുറച്ച് കെച്ചപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു കടായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റിൽ ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനേക്ക് ഞാൻ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതാക്കിയത്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ കുക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് അതൊന്ന് ആ ഒരു മസാല ഇതിൽ ജോയിൻ ചെയ്യണ ചെറിയൊരു ടൈമിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു വെള്ളം തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചിക്കൻ കടായി ഇത്രയും സിമ്പിളിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊറാട്ടയാണ് ഈ ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചൂട് കുറവാണ്, കാരണം ഷോപ്പിൽ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ചുട്ടതായിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, ഇനി അറിയാത്തവരും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാക്കണമല്ലോ. ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ കിട്ടും കേട്ടോ ഈ ഒരു പൊറോട്ട മാത്രമല്ല അല്ലാത്തതൊക്കെ. ഈ ഒരു ട്രിക്ക് ആരുതാന്ന് ചോദിച്ചാൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെ കേട്ടോ. ഉമ്മ അവിടെ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരല്. ഇങ്ങനെ പുട്ടുംകുറ്റിയിൽ വെച്ചാൽ പെട്ടെന്ന് നല്ല സോഫ്റ്റിൽ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കാണ് ഈ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിൽ നല്ല നൂല് പോലെ കിട്ടും നമ്മൾ ഈ ഒരു പൊറാട്ട കേട്ടോ. പൊറാട്ട മാത്രമല്ല അല്ലാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാണ് കണ്ടോ. നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ നിൽക്കും കേട്ടോ പൊറാട്ടയൊക്കെ ഇങ്ങനെ ചൂടാക്കി എടുത്താൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല അപ്പോൾ നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കടായിൽ ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വേവുമാണ്, വെന്തിട്ടുണ്ട്. നമ്മൾ കഴിക്കണേ.
ടേസ്റ്റ് ഉണ്ടോ എന്താണെന്നൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. ഞാൻ എല്ലാതരം ഫുഡും ഉണ്ടാക്കും കേട്ടോ, ഭയങ്കര എല്ലാതരം ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു സ്പെഷ്യലാണ്. ഞാൻ ആരതും കണ്ടിട്ടുണ്ടാക്കില്ല, ഞാൻ ഓരോന്ന് കൂട്ടുകൾ ചേർത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വീണ്ടും ഉണ്ടാക്കാറാണ് സാധാരണ. ഓക്കെ, അപ്പോൾ രാത്രികത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി മോർണിംഗ് ആണ്. മോർണിംഗ് നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഞാൻ ചായ ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഹസുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാവുന്ന നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് തനിമ പുട്ടുപൊടിയുടെ പുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പുട്ടാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ വെള്ളം കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമ്മളത് കുതിർത്തി വെക്കുക. ജസ്റ്റ് കുതിർത്തി വെച്ചതിന് ശേഷം പിന്നെ നമ്മളത് ഓരോന്ന് ഇടുന്നതിന് മുന്നേ ഒന്ന് വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗിൻ്റെ പൗഡറൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഹസുവിന് രാവിലെ കൊടുക്കാമെന്ന് വെച്ചാൽ, കാരണം പെട്ടെന്നാവുന്ന ഈ ഒരു സംഭവമല്ലേ. അപ്പം നമ്മുടെ പണീൻ്റെ ഇടയിൽ നമ്മൾ രാവിലത്തെ ടീ മറക്കരുത്. ഞാൻ കുടിക്കാറ് സ്ലിം ടീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഞാനത് ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. എൻ്റെ ഏകദേശം പണി കഴിയുമ്പോൾ അത് നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് കുടിക്കാൻ പാകമാവും. അപ്പോൾ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ പുട്ട് ചുട്ടെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പുട്ടുപൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റി രാത്രികത്തെ കടായി കുറച്ച് ബാക്കിയുണ്ടായി, ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട്ടിന് മുറ്റത്ത് ഒരു പണിക്കാരനുണ്ട്, അയാൾക്ക് ഞാൻ ചായ കൊടുക്കാൻ പോവാണ്. കട്ടൻ ചായയും പിന്നെ ചെറിയൊരു കടിയും കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ നൈറ്റിൽ തന്നെ ഞാൻ ഈ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ട് രാവിലെ പുട്ടിലേക്ക് എന്തായാലും കറി വേണമല്ലോ, കടായി മാത്രം പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ആ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് പിന്നെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ പുട്ട് കുത്താൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ പണി ഏകദേശം ഒരു 9:15 എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ അടുക്കള. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാൻ മാത്രം ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേണം അടുക്കള ആയാലും, എന്നാൽ നമുക്ക് റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ എടുക്കാൻ പറ്റും. എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് കണ്ടില്ലേ. ഇവിടെ എല്ലാം ഇവിടെ ഒരു ടേബിളുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാറ്. ഞാൻ ഈ വീട്ടിലത്തെ ഹോം ടൂർ അടുത്ത് എന്തായാലും ചെയ്യാം കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പുണ്ട്, പക്ഷേ ഇവിടെ ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ ചോറ് മാത്രമായിട്ട് വെക്കാറുള്ളൂ, ബാക്കി ഫുള്ള് നമ്മൾ ഗ്യാസിലാണ്. അപ്പോൾ എൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇതിൽ ചിക്കൻ കറി ആയിട്ടുണ്ട്. നമ്മളെ പുട്ട് ലാസ്റ്റത്തെ കുറ്റി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊടിയൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ താഴെയുണ്ട്. ഇവിടെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെ വിറക് വെക്കുന്ന ഏരിയയാണ്. പിന്നെ അവിടേക്ക് നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ. അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ
ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ട് ഇടണം. കാരണം അത്യാവശ്യം അലക്കാനുണ്ട്. ഉമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അനിയന്മാരത്തൊക്കെ ഉണ്ട് കേട്ടോ. അനിയൻ്റെ പപ്പാൻ്റെ ഒക്കെ ഉണ്ട്. ഞാനെൻ്റെ ഉപ്പാനെ ചെറുപ്പം മുതലേ ഞങ്ങൾ പപ്പാന്നാട്ട വിളിക്കാറ്. ഉപ്പാന്നല്ല പപ്പാന്നല്ല വിളിക്കാറ്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഒഴിക്കാറ് സോപ്പ് ഓയിലാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയണ്ട. ജസ്റ്റ് ഓണാക്കി ഇട്ടാൽ മതി. അത് എല്ലാം കഴിഞ്ഞിട്ട് ഓഫാക്കിക്കോളൂ. അപ്പോൾ എൻ്റെ അലക്കൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടുക്കളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തെ ഫുള്ള് ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ അടിച്ച് കയറിയിട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എല്ലാം അടിച്ച് കയറി ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നൊക്കെ അടിച്ച് കയറി വൃത്തിയാക്കിയോണ്ട് എനിക്ക് ഇന്ന് രാവിലെ പണി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒന്നും പൊടിയൊന്നുമില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും പണി തീർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം കേട്ടോ. കാരണം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് നിങ്ങൾ അടിച്ചു വരികയാൽ തുടക്കണോ കൈയാണെങ്കിൽ തുടച്ചൊക്കെ വെച്ചാൽ നമ്മൾ രാവിലത്തെ പണി ഒരുപാട് ഭാരം കുറക്കാം കേട്ടോ. അതായത് രാവിലെ അടിച്ചു തരാം, ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു തരാം. പക്ഷേ ഇപ്പം നമ്മൾ ഇന്നലെ രാത്രി എല്ലാവരും കിടക്കുന്ന ടൈമിലാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൊടിയും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിന്ന് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ പണി അങ്ങനെ ഞാനത് ലാഭിച്ചെടുത്താട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മൾ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പപ്പയും ഹസും ചായയൊക്കെ കുടിക്കുകയാണ്. ഹസുവിന് അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ട്, ഇന്നലത്തെ കടായി ഉണ്ട്, എല്ലാം ഉണ്ട്. പുട്ടൊക്കെ കൂട്ടി പപ്പ കഴിക്കുന്നുണ്ട്. അനിയന്മാരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അവർ കഴിക്കും കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, സേവ് ദ ഡേറ്റ്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് 12 മണിക്ക് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോ ഇന്നലെ നൈറ്റിൽ പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറാണ്. അവർക്ക് നാളെയാണ് വെഡ്ഡിങ്. ഞായറാഴ്ചത്തെ വെഡ്ഡിങ്ങിനുള്ള തലേ ദിവസം കേട്ടോ അവർ തരുന്നത്. അതിൻ്റെ ഇട ഹസു ആകെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പണി എടുക്കുമ്പോൾ അവൻ 4 പണി എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടൂൾസ്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമായിട്ട് ബന്ധപ്പെടാം. സേവ് ദ ഡേറ്റ് ക്രാഫ്റ്റ് വർക്ക് എന്നാണ് നമ്മളെ ഇൻസ്റ്റൻ്റെ പേജ്. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നതിന്. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. 500 ആണ് ഒരു ചാർജ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റൈറ്റ് എത്ര ആയാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് നല്ല വീഡിയോസായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സേവ് ദ ഡേറ്റ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എന്നാണ് നമ്മളെ ഇൻസ്റ്റൻ്റെ പേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാവുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫാമിലി വീഡിയോ വരുന്ന തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബായ്.